നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീട്ടിൽ ഗാർഹിക ആവശ്യത്തിന് ഗ്യാസുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. വർഷത്തിൽ 9 ഗ്യാസ് വരെ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് സബ്സിഡി ലഭിക്കുക. നമുക്കറിയാം, ഒരുപാട് വർഷങ്ങളായപ്പോൾ സബ്സിഡി നമുക്ക് ലഭിച്ചിട്ട്. എന്നാൽ കൂടിയ വിലയ്ക്ക് തന്നെയാണ് നമ്മളെല്ലാ ആളുകളും ഗ്യാസുകൾ വാങ്ങുന്നതും. എന്ന് മുതലായിരിക്കും ഗ്യാസ് സബ്സിഡി ലഭിക്കുക, ആർക്കെല്ലാമാണ് ലഭിക്കുക, അതിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കണം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. നമുക്കറിയാം, കൊറോണയ്ക്ക് മുമ്പ് 2015 മുതലാണ് നമുക്ക് ഗ്യാസ് സബ്സിഡി വരാൻ തുടങ്ങിയത്. അതിന് മുമ്പ് നമുക്ക് ഗ്യാസ് സബ്സിഡിൻ്റെ എമൗണ്ട് കുറച്ച് ഗ്യാസിൻ്റെ വില നമ്മൾ നൽകിയാൽ മതിയായിരുന്നു. 500-600 രൂപയായിരുന്നു അന്ന് ഗ്യാസിൻ്റെ വില. സബ്സിഡി തുക നമുക്ക് കഴിച്ച് ബാക്കി തുക മാത്രം അന്ന് നമ്മൾ നൽകിയാൽ മതിയായിരുന്നു. അതിനുശേഷമാണ് സർക്കാർ ഒരു പുതിയ നിയമമായിട്ട് വന്നത്. സബ്സിഡി പല ആളുകളും ദുരുപയോഗം ചെയ്തത് കൊണ്ട് തന്നെ സബ്സിഡി നേരിട്ട് ജനങ്ങളുടെ അക്കൗണ്ടിൽ എത്തിക്കുന്ന രീതിയിലേക്ക് മാറി. അപ്പോൾ നമ്മൾ കൂടിയ വിലയ്ക്ക് ഗ്യാസ് നമ്മൾ വാങ്ങുകയും പിന്നീട് നമുക്ക് സബ്സിഡി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരികയും ചെയ്തിരുന്നു. അത് കറക്റ്റായി തന്നെ 250, 300, 350 എന്നിങ്ങനെ പല രൂപത്തിലുള്ള എമൗണ്ടുകളും നമ്മുടെ അക്കൗണ്ടിൽ എല്ലാ മാസവും കറക്റ്റായി തന്നെ വന്നിരുന്നു. ഗ്യാസുകൾ ബുക്ക് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ പണം വരികയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഗ്യാസ് സബ്സിഡി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരാതെയായി. പക്ഷേ അപ്പോഴും നമ്മൾ സബ്സിഡി ഇല്ലാത്ത രൂപത്തിൽ തന്നെ നമ്മുടെ പണം നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഗ്യാസ് ഏജൻസിയുമായി സമീപിക്കേണ്ടി വരികയും ഗ്യാസ് ഏജൻസിക്ക് കൊടുക്കുകയും ചെയ്യേണ്ടി വരുന്നു. ഇപ്പോൾ ഏകദേശം ഈ രൂപത്തിലായിട്ട് 3-4 വർഷമായി നമുക്ക് സബ്സിഡി ലഭിക്കാറില്ല. എന്നാൽ അടുത്ത മാസം മുതൽ വീണ്ടും ഗ്യാസ് സബ്സിഡി വരികയാണ്. വർഷത്തിൽ 9 കുറ്റികൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ 9 കുറ്റികൾക്കായിരിക്കും അതിന് സബ്സിഡി ലഭിക്കുക. ഏകദേശം 350-360 രൂപയായിരിക്കും നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ വരുന്നത്. പക്ഷേ ഈ ഗ്യാസ് സബ്സിഡി ലഭിക്കണമെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഗ്യാസ് സബ്സിഡി ലഭിക്കുന്ന ഗ്യാസ് ബുക്കും അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കണം. മസ്റ്റിംഗ് പൂർത്തിയാക്കണം. ഈ ഒരു മസ്റ്റിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് ഈ ഗ്യാസ് സബ്സിഡി ലഭിക്കുകയില്ല. ആരുടെ പേരിലാണ് ഗ്യാസ് ബുക്കുള്ളത്, കണക്ഷനുള്ളത്, അവർ ഒന്നുകിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അതല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ അതുമല്ലെങ്കിൽ നിങ്ങൾ ഗ്യാസ് ഏജൻസി വഴിയോ നിങ്ങളുടെ ആധാർ കാർഡുമായി കൊണ്ടുചെന്ന് മസ്റ്റിംഗ് പൂർത്തിയാക്കണം. കഴിഞ്ഞൊരു 3-4 മാസങ്ങൾക്ക് മുമ്പ് മസ്റ്റിംഗ് പൂർത്തിയാക്കിയ ആളുകളാണെങ്കിൽ അവർ വീണ്ടും മസ്റ്റിംഗ് പൂർത്തിയാക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത ആളുകൾ മാത്രമാണ് മസ്റ്റിംഗ് പൂർത്തിയാക്കേണ്ടത്. അന്ന് പല ആളുകൾക്കും മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു, വിദേശത്തുള്ള ഭർത്താവിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റാളുടെയെങ്കിലും പേരിലായിരിക്കും നമ്മുടെ ഗ്യാസ് കണക്ഷൻ ഉണ്ടായിരിക്കുക. അത് നമ്മുടെ പേരിലേക്ക് മാറിയതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള സ്ത്രീ അംഗത്തിൻ്റെ പേരിലേക്ക് മാറ്റുക. അതിനുശേഷം മാത്രമായിരിക്കും നമുക്ക് സബ്സിഡി ലഭിക്കുക. ഈ ഒരു ഗ്യാസ് മസ്റ്റിംഗ് ചെയ്യാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവർ നിർബന്ധമായിട്ട് ഈ മസ്റ്റിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമായിരിക്കും അവർക്ക് ഗ്യാസ് സബ്സിഡി ലഭിക്കുകയുള്ളൂ. വർഷത്തിൽ 9 ഗ്യാസ് കുറ്റികൾക്കായിരിക്കും നമുക്ക് സബ്സിഡി ലഭിക്കുക. അതിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ആദ്യത്തെ 9 കുറ്റികൾക്ക് മാത്രമായിരിക്കും സബ്സിഡി ലഭിക്കുക. പിന്നീട് ഉപയോഗിക്കുന്ന ഗ്യാസ് കണക്ഷന് സബ്സിഡി ലഭിക്കുകയില്ല. ഏതായാലും അടുത്ത മാസം മുതൽ ലഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്ന സൂചനകൾ മനസ്സിലാകുന്നത്. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ നടന്നു വരികയാണ്. ഈ ഒരു മസ്റ്റിൻ്റെ കാര്യം ചെയ്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് സബ്സിഡി ലഭിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കണം. കേന്ദ്രത്തിൽ നിന്നും എന്ത് രൂപത്തിലുള്ള ആനുകൂല്യം ലഭിക്കണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ ആധാർ കാർഡുമായി ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിരിക്കണം. നമുക്കറിയാം, നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷനുണ്ട്, വാർദ്ധക്യ പെൻഷൻ പോലത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുണ്ട്. ഇങ്ങനെ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് കേരളത്തിൻ്റെ വിഹിതമായ 1400 രൂപയും ബാക്കി 300 രൂപ അല്ലെങ്കിൽ 200 രൂപ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന വിഹിതമാണ്. അത് പല ആളുകൾക്കും ലഭിക്കുന്നില്ല. അതിനും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ആധാർ കാർഡും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പഴയ ബാങ്ക് അക്കൗണ്ടുകളാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ 2005 അല്ലെങ്കിൽ 2010 മുമ്പെടുത്ത ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ അതിൽ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ല. നിർബന്ധമായിട്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമായിരിക്കും അവർക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള സബ്സിഡി ആയാലും പെൻഷൻ വിഹിതമായാലും ലഭിക്കുകയുള്ളൂ.
വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.